ഹായ് എവ്രി വൺ. പേടിക്കണ്ട, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഐ നോ, ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ആൻഡ് ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് അപർണ. ഐ എം എ സൈക്കാട്രിക് നേഴ്സ് ആൻഡ് യു ക്യാൻ കോൾ മീ ബൈ മൈ യൂട്യൂബ് ചാനൽസ് നെയിം, ദാറ്റ് ഈസ് ബ്രൂട്ടലി ഓണസ്റ്റ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിടുമെന്ന് വെച്ചാൽ, ഈ ചാനലിൽ ഞാൻ വളരെ സത്യസന്ധമായിട്ടും എനിക്ക് എന്നോട് തന്നെ ഓണസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ഓക്കെ, ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്തിന് ഈ ചാനൽ തുടങ്ങി എന്നതിനെ കുറിച്ചിട്ട് പറയാം. ആദ്യം തന്നെ, ആസ് ഐ മെൻഷൻഡ്, ഞാനൊരു സൈക്കാട്രിക് നേഴ്സാണ്. അപ്പം എന്തുകൊണ്ട് സൈക്കാട്രി എടുത്തു എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ചിലർ ചോദിച്ചിട്ടുണ്ട്, എന്താ മാർക്കൊന്നും കിട്ടാഞ്ഞിട്ടാണോ, കിട്ടിയ സബ്ജക്റ്റാണോ, അങ്ങനെ ഒന്നും കിട്ടാതെ കിട്ടിയ സബ്ജക്റ്റാണോ സൈക്കാട്രി എന്ന് വരെ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു സ്പെഷ്യാലിറ്റി നിനക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ നീ ഭ്രാന്തന്മാരെ കുറിച്ച് പഠിക്കാൻ പോയത്. ദ ഫാക്ട് ഇസ് ദാറ്റ് ഐ ലവ് സൈക്കാട്രി. എനിക്ക് സൈക്കാട്രിയോട് ഇഷ്ടം തോന്നിയത്, ഞാൻ എൻ്റെ 3rd ഇയറിലെ പോസ്റ്റിംഗ്, ഞങ്ങൾക്കൊരു സൈക്കാട്രിക് പോസ്റ്റിംഗ് ഉണ്ട്. ആ പോസ്റ്റിങ്ങിനാണ് എൻ്റെ 4 കൊല്ലത്തെ നഴ്സിംഗ് പഠനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പീരീഡ് എന്ന് പറയുന്നത് എൻ്റെ സൈക്കാട്രിക് പോസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്നു നമ്മൾ ആ ഒരു സൈക്കാട്രിക് വാർഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. കാരണം യു ക്യാൻ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദരിദ്രനിൽ നിന്ന് നല്ല പണക്കാരും അതേപോലെ നല്ല പ്രൊഫഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് അവിടെ കാണാം. എന്തുകൊണ്ട് അവിടെ വന്നു? ബിക്കോസ് ദേ സംവെയർ ഫെയിൽ ടു മാനേജ് ദെയർ മെൻ്റൽ ഹെൽത്ത്. അതിൻ്റെ ഒറ്റ കാരണത്താൽ ആ വാർഡിൽ വന്ന് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എനിക്ക് അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ ദുഃഖങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്യുമ്പോഴും അതിന് നമുക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഒരുപാട് ഞാൻ എന്താ പറയുക, വർക്ക് ചെയ്ത് എങ്ങനെയൊക്കെ അവരെ ഹാപ്പി ആക്കാം എന്നൊക്കെ ഒരുപാട് എന്താ പറയുക, എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇൻപുട്സ് ഉണ്ടായ ഒരു പോസ്റ്റിംഗ് ആയിരുന്നു അത്. സോ അന്ന് എൻ്റെ ഒരു പേഷ്യൻ്റ് പറഞ്ഞു, ഷി വാസ് എ ഡോക്ടർ. സോ പുള്ളിക്കാർ പറഞ്ഞു, യു ഷുഡ് ഡെഫിനറ്റ്ലി ടേക്ക് സൈക്കാട്രി ആൻഡ് ഫർദർ PG ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഓക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും, പക്ഷേ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഇനി ഒരു വർഷം കൂടി ഉണ്ടായിരുന്നു BSc ലൈഫിൽ. അപ്പം വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ PG എടുക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, എനിവേയ്സ് 4ാം വർഷം കഴിഞ്ഞപ്പോഴും എനിക്ക് സൈക്കാട്രിയുടെ ഉള്ള പ്രേമം അങ്ങനെ തന്നെ നിന്നു. ആൻഡ് ഐ വാസ് സോ ഡിറ്റർമിൻഡ് ദാറ്റ് ഐ വിൽ ടേക്ക് PG ഇൻ സൈക്കാട്രി. അങ്ങനെ കഴിഞ്ഞ 2 വർഷം ഐ വാസ് ഡൂയിങ് മൈ PG ഇൻ സൈക്കാട്രി. ആ 2 വർഷം, ടു ബി ഓണസ്റ്റ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾസിലൂടെ ഞാൻ കടന്നുപോയ 2 വർഷങ്ങളായിരുന്നു. കാരണം ഓക്കെ, ഐ എം വെരി സോറി, ഐ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഓഡിയോ സിസ്റ്റം റൈറ്റ് നൗ. സോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് ഒക്കെ ഉണ്ടാവും, ആൻഡ് പ്ലീസ് ഫോർഗിവ് മീ ഫോർ ദാറ്റ്. ഓക്കെ, എനിവേയ്സ് ലെറ്റ് മീ സീ. അപ്പം ഈ 2 വർഷം എനിക്ക് ഭയങ്കര ഇമോഷണൽ സ്ട്രഗിൾസ് ഉള്ള വർഷമായിരുന്നു. കാരണം നമുക്ക് പഠിത്തം പ്ലസ് റിസർച്ച് പ്ലസ് വേറെ കുറേ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. പലതവണ ഇതിട്ടിട്ട് പോയാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ സംഹൗ ഐ ടുക്ക് ദ കറേജ് ടു സ്റ്റേ ആൻഡ് ഐ കംപ്ലീറ്റഡ് മൈ 2 years ഓഫ് കോഴ്സ്. ആ 2 വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് വിചാരിച്ച കാര്യമാണ്, ഇത് കഴിഞ്ഞാൽ ഞാനൊരു ലോങ് ബ്രേക്ക് എടുക്കുമെന്ന്. ലോങ് ബ്രേക്ക് എന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ ഓക്കെ കുഴപ്പമില്ലടാ, വി ക്യാൻ സ്റ്റിൽ കം ബാക്ക് ഇൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളരെ നല്ലൊരു ബ്രേക്ക് എടുക്കണം എന്ന് എനിക്ക് അപ്പോഴേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്കൊന്നും ഞാൻ അത്രയും നന്നായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പം ഐ എം ഗോയിങ് ത്രൂ ദാറ്റ് ഫേസ്. ഞാനിപ്പം എൻ്റെ PG കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരു 5 മാസമായി. സോ ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ എം ഹാവിങ് ദാറ്റ് ബ്രേക്ക്. അതത്ര ഈസി ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇന്നേ വരെ ഞാൻ ട്രൈ ചെയ്യാത്തൊരു കാര്യം ഈ ഒരു ബ്രേക്കിൽ ട്രൈ ചെയ്തുകൂടാന്ന്. കാരണം ഈ ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞാലും ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നു, വേറെ കുറച്ച് ബുക്ക് വായിക്കുന്നു, അങ്ങനത്തെ പരിപാടി അല്ലാണ്ട് വേറെ കാര്യമായി പ്രൊഡക്റ്റീവായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഐ ഫെൽ സംതിങ് ലാക്കിങ് ഇൻ മൈ ലൈഫ്. എന്തോ ഒരെണ്ണം കുറഞ്ഞ പോലെ ഈ 2 വർഷത്തിൽ എനിക്ക് കിട്ടിയ എന്തോ ഒരെണ്ണം കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. ആ കുറഞ്ഞത് എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ 2 വർഷം വാർഡിൽ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഐ ഗോട്ട് എ ചാൻസ് ടു ടോക്ക് ടു ലോട്ട് ഓഫ് പീപ്പിൾ. കാരണം അവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അവരുടെ വീട്ടുകാരാണെങ്കിലും അവരോടൊക്കെ സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അവരോട് അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ അറിയോ, എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അവരെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, മെൻ്റലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര
ഒരു പ്ലഷറാണ്. എനിക്കന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഐ ഫീൽ വെരി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു 5 മാസമായിട്ട് നടക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ആരെയും കാര്യമായിട്ട്, എൻ്റെ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് വിളിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് കാര്യമായിട്ട് നമ്മൾ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നില്ല. അപ്പം ആ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ടല്ലോ, അതെൻ്റെ ലൈഫിൽ കുറഞ്ഞു വരുന്നതൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അതൊരു വീഡിയോ ആക്കി കൂടാ. ലൈക്ക് ഞാൻ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസും അങ്ങനത്തെ കണ്ടൻസൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കണ്ടൻസ് കേൾക്കാനും. അപ്പം ചില കണ്ടൻസൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഞാൻ സ്റ്റക്കായി പോകുന്നു എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ചില യൂട്യൂബേഴ്സിനോടൊക്കെ ഞാനത് ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കുറേ വീഡിയോ ഇടുന്നതിന്. സോ അങ്ങനെ ഒരു യൂട്യൂബർ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനായിട്ട് എനിക്ക് പ്രചോദനമായത്. പിന്നെ എൻ്റെ കൂട്ടുകാർ പണ്ട് പറയായിരുന്നു, അപർണ നിനക്ക് എന്തോ ഒരു കഴിവുണ്ട്, മറ്റുള്ളവർ പറയുന്ന ദുഃഖം കേട്ടിരിക്കാനും അതിന് സൊല്യൂഷൻ കൊടുക്കാനുള്ള ഒരു കഴിവ് നിനക്കുണ്ട്, നീ അത് ഡെവലപ്പ് ചെയ്യണം എന്ന് എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓക്കെ, ഞാൻ വിചാരിച്ചു ഈ ഒരു ചാനലിൽ കൂടെ എനിക്കറിയുന്ന കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വീഡിയോ ഇടാമെന്ന്. അത് നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാവും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ലൈഫിൽ ഞാൻ സ്റ്റക്ക് ആകുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ ആകാം. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇപ്പം ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണെന്ന്. പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ അല്ല. കാരണം ഞാൻ ഐ തിങ്ക് എൻ്റെ സെക്കൻഡ് ഇയർ കോളേജ് ലൈഫിൽ തൊട്ട് തന്നെ ഞാൻ വീഡിയോസ് ഇടുമായിരുന്നു. വീഡിയോസ് ഇൻ ദ സെൻസ് വീഡിയോസ് എടുക്കുമായിരുന്നു. എൻ്റെ ഫോണിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് എന്നോട് സംസാരിക്കുന്ന വീഡിയോസ്. എനിക്കെന്തോ ഇഷ്ടമാണ് എന്നെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അന്ന് നടന്ന കാര്യങ്ങൾ പറയും. ചിലപ്പം എന്നെ ഇമോഷണലി ഹേർട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാനത് ആ ഇമോഷനിൽ തന്നെ എടുക്കും. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ ഫോൺ ഓൺ ചെയ്തിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കും. നിനക്കത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഭ്രാന്താന്നൊക്കെ തോന്നും. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഓക്കെ ഇങ്ങനത്തെ ഇമോഷണൽ സ്ട്രഗിൾസ് കൂടെ ഞാൻ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഐ ടുക്ക് ദ കറേജ് ടു സ്റ്റേ ആൻഡ് ഗോ ഫോർവേഡ്. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ വലിയ മതിപ്പ് തോന്നാറുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിക്കൂടാ എന്നും കൂടെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ഈ വീഡിയോ എടുക്കാനുള്ള രണ്ടാമത്തെ കാരണമായി. ലൈക്ക് ആദ്യത്തെ കാരണം എൻ്റെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പറയാനൊരു പ്ലാറ്റ്ഫോം ആവും. രണ്ടാമത്തേത് എനിക്ക് എന്നെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് ഇപ്പോൾ വെറുതെ ചെറിയ കുട്ടി വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പം പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് എന്താ പറയുക, എനിക്ക് എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു യു ആർ ഡൂയിങ് സംതിങ് പ്രൊഡക്റ്റീവ് എന്ന്. സോ അതാണ് മൂന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഞാൻ നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റ് തരും എന്ന്. ലൈക്ക് നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഐ ആം അക്കൗണ്ടബിൾ ടു സം വൺ, സോ ദാറ്റ് എനിക്ക് കുറച്ചുകൂടെ ഗ്രോ ചെയ്യാനും അതിനൊപ്പം തന്നെ നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുമെന്ന്. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ബി ദെയർ വിത്ത് മീ ഇൻ ദിസ് ജേർണി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഐ വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. ദാറ്റ്സ് ഇറ്റ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.